എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗൾഫ് യുദ്ധം മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ സംഭവം പോലും പെട്രോൾ വിലയെ ബാധിക്കുകയും അത് ചരക്ക് ഗതാഗത ചെലവിനെ വല്ലാതെ ഉയർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബ ബജറ്റിന്റെ താളത്തെ അത് മാറ്റിമറിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മധ്യേഷ്യൻ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന കാറ്റോ മഴയോ വെള്ളപ്പൊക്കമോ ആയാൽ പോലും അത് ലോകത്തെ ഒന്നും അറിയാത്ത സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്രോൾ ഉൽപ്പാദകരായ അറബ് രാജ്യങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതവുമായി എത്രയധികം ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പെട്രോൾ വില ഓരോ ദിവസവും കുതിച്ചു കയറുമ്പോൾ വണ്ടി നമുക്ക് ഇന്ന് ഒരു ഭാരമാവുകയാണ്. ഇനി ഒരിക്കലും പഴയ വിലയിലേക്ക് പെട്രോൾ തിരിച്ചു വരില്ല എന്നറിയാവുന്നത് കൊണ്ട് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ പെട്രോളിന് പകരം പണച്ചെലവ് കുറഞ്ഞ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിനെല്ലാം പരിഹാരമായി കരിമ്പ്, ചോളം, നെല്ല് ഇവയിൽ നിന്നും ഉണ്ടാക്കുന്ന എഥനോൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ മാറാൻ പോകുന്നു എന്നാണ് നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനമുണ്ടായത്. ഈ എഥനോൾ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ രാജ്യമാണ് ബ്രസീൽ. 1970കളിലെ ആഗോള എണ്ണ പ്രതിസന്ധിയെ തുടർന്ന് ബ്രസീൽ വാഹന ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവർ വണ്ടികളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അത് ഇന്നും തുടരുകയാണ്. അതുകൂടാതെ USA, തായ്ലൻഡ്, പാപ്പുവ ന്യൂഗിനി പോലുള്ള രാജ്യങ്ങളിൽ 85% എഥനോളും 15% പെട്രോളും മാത്രം ഉപയോഗിച്ച് ഓടിക്കാൻ കഴിയുന്ന വണ്ടികൾ നിരത്തിലിറക്കിയിട്ടുണ്ട്. ബ്രസീലിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഭൂരിഭാഗം കാറുകളും ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതാണ്. അതായത് ഈ വണ്ടികളിൽ 100% എഥനോളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ എഥനോൾ മാത്രമല്ല, ഈ വണ്ടികളിൽ പെട്രോളും ഉപയോഗിക്കാൻ കഴിയും. ഇച്ചിരി കാശ് കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് പെട്രോളും എഥനോളും മിക്സ് ചെയ്തുള്ള ഇന്ധനം ലഭിക്കും. അത് ഉപയോഗിച്ചും ഈ വണ്ടി ഓടിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യയാണ് പെട്രോളിൻ്റെ ഈ വാഹന വിപണികളിലുള്ളത്. ഇതിനെ മാതൃകയാക്കി ഇന്ത്യയിൽ ടൊയോട്ടോ, മാരുതി സുസുക്കി, ടാറ്റ, ഹീറോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ പൂർണ്ണമായും എഥനോളിൽ ഓടിക്കാവുന്ന കാറുകളും ബൈക്കുകളും വിപണിയിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 20% എഥനോൾ പെട്രോളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് 2023 മുതൽ ഇറങ്ങിയ വണ്ടികളിലെല്ലാം ഈ സംവിധാനമുണ്ട്. അതിനു മുമ്പ് ഇറങ്ങിയ വണ്ടിയുടെ എല്ലാം കട്ടപ്പുകയാവും. അതിലേക്ക് ഇപ്പോഴത്തെ പെട്രോൾ മേടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്കി എഞ്ചിൻ ഭാഗങ്ങളും കാർബറേറ്ററും എല്ലാം തകരാറിലാവും. വണ്ടി സ്ഥിരമായി വഴിക്കിടക്കലാവും ഉണ്ടാവുക. ഇനി അഥവാ ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന പഴയ വണ്ടികൾക്ക് എന്തെങ്കിലും മിസ്സിങ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് അതിലൊഴിച്ചിരിക്കുന്ന പെട്രോളിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വണ്ടി ചാടി കയറി വിൽക്കാൻ നിൽക്കേണ്ട. അതിനിപ്പോൾ പുതിയ കിറ്റൊക്കെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഈ ടൈപ്പ് യന്ത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫൈബറിലുള്ള പ്ലാസ്റ്റിക് നിർമ്മിച്ച അതിൻ്റെ കിറ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കിട്ടുന്നവർ മേടിച്ച് ഉപയോഗിക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ മാരുതി സുസുക്കി അവരുടെ ഏറ്റവും ജനപ്രിയ മോഡലായ വാഗണറിൻ്റെ ഫ്ലെക്സ് ഡ്യൂവൽ മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 100% എഥനോളിൽ ആ വണ്ടി ഓടിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബൈക്കുകളുടെ കൂട്ടത്തിൽ ഹീറോ അവരുടെ സ്പ്ലെൻഡർ, HFS, ഡീലക്സ് ഇതിലൊക്കെ 100% എഥനോൾ ഉപയോഗിച്ച് ഓടിക്കാൻ കഴിയുന്ന തരത്തിലാണ് വണ്ടി പുറത്തിറക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വണ്ടി രണ്ടും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എഥനോൾ ഇനി ബാക്കി ഒപ്പിച്ചാൽ ഇനി അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചാരായക്കടയിൽ കയറി ചാരായം മേടിച്ചൊഴിച്ചാലും മതി എന്നാണ് പറയേണ്ടത്. എന്നാൽ എഥനോൾ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പെട്രോളിനേക്കാൾ ഇതിന് വളരെയധികം എനർജി ഡെൻസിറ്റി കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ എനർജി ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് പെട്രോളിനെ അപേക്ഷിച്ച് 20% മുതൽ 30% വരെ വണ്ടിയുടെ മൈലേജ് കുറയാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരാതി വ്യാപകമായി ഇങ്ങനെ വരാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ സർക്കാർ എഥനോളിൻ്റെ നികുതി പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതായത് 100% എഥനോൾ മാത്രമുള്ള വണ്ടി കയറി എണ്ണ അടിച്ചു കഴിഞ്ഞാൽ 10 പൈസ നികുതി കൊടുക്കണ്ട എന്നാണ് മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികവും ഈ ഇന്ധനത്തിന് വില കുറയുന്നത് ലിറ്ററിന് ഏതാണ്ട് 60-65 രൂപ നിരക്കിൽ നമുക്കിപ്പം മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് സന്തോഷമൊക്കെ തോന്നുകയും ഈ വിലക്കുറവ് വിപണിയിൽ വൻ ചലനം ഉണ്ടാക്കും എന്ന കാര്യത്തിലും ഉറപ്പ് തന്നെയാണ്. എന്നാൽ നികുതി വേണ്ടെന്ന് സർക്കാർ പറയുന്നത് ഒരു താൽക്കാലിക പ്രോത്സാഹനം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഈ ഇലക്ഷനൊക്കെ പറയുന്നത് പോലത്തെ ഒരു പ്രോസസ്സാണത്. ഏതാണ്ട് ഒരു നല്ല ശതമാനം ആളുകളും എഥനോൾ വണ്ടികൾ സ്വന്തമാക്കി കഴിയുമ്പോൾ സർക്കാർ ഈ പഴയ ടാക്സുകളെല്ലാം തിരിച്ചു കൊണ്ടുവരും. കാരണം സർക്കാരിന് ഏറ്റവും അധികം ടാക്സ് കിട്ടുന്ന ഒരു മേഖലയാണ് പെട്രോൾ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടാക്സ് വേണ്ടാന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഗണി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ വേണ്ടതൊക്കെ പറയും. കുറച്ച് കഴിയുമ്പം ഇതും കൂടെ കൂട്ടിയിട്ട് ഒറ്റ അടിയങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 50 രൂപ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിന് മുകളിൽ കയറി എഥനോൾ നിൽക്കും. നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഈ എഥനോൾ അടിക്കാതെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൈലേജ് കുറയുന്നതെല്ലാം കണക്കൂട്ടി കഴിയുമ്പോൾ ഈ പെട്രോളും എഥനോളും ഒക്കെ വില കൊണ്ട് ഏതാണ്ട് കട്ട പിടിച്ചു നിൽക്കും. 10 പൈസ നമുക്ക് കുറവ് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതൊക്കെ വണ്ടിയുള്ളവരെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ഇത്രയും കാശ് കൊടുത്ത് വണ്ടി മേടിക്കാമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് ഓടിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി 200 രൂപ പെട്രോളിനായാലും നമ്മൾ വണ്ടിക്കകത്ത് മേടിച്ച് ഓടിക്കും. അല്ല വേറെ പോകാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യും.
പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഉണ്ടാകുന്ന അവിടെയല്ല. പെട്രോളിയം മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥ രാക്ഷസൻ കടന്നു വരുന്നത് ഇവിടെയൊന്നുമല്ല. ഈ പെട്രോളിനേക്കാൾ ലാഭകരമാണ് എഥനോൾ എന്ന് വരുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ എഥനോൾ വണ്ടികളിലേക്ക് മാറും. അതോടെ എഥനോളിൻ്റെ ഡിമാൻഡ് കുതിച്ചുയരും. ഈ വൻ വിപണി പിടിച്ചെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾ തമ്മിൽ മത്സരമാകും. ഈ കോർപ്പറേറ്റ് കമ്പനികൾ നെല്ലും ചോളവും കരിമ്പും മാറ്റി ചരമാക്കി വണ്ടിയെ കുടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഭക്ഷ്യ വിപണിയെ കുളിപ്പിച്ച് പാളയിൽ കിടത്തുന്ന ഒരു പ്രക്രിയയായിരിക്കും. ഇത് ഇന്ത്യൻ ഭക്ഷ്യവിപണിയെ വൻതോതിൽ മാറ്റിമറിക്കാൻ പോകുന്ന രാക്ഷസനാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇതിന് വലിയ താമസമൊന്നുമില്ല. ഏറിയാൽ 2, 3, 5 വർഷം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ പ്രോസസ്സ് ഇവിടെ സംഭവിച്ചിരിക്കും. അരിക്കും പഞ്ചസാരയ്ക്കും ആട്ടയ്ക്കുമൊക്കെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 രൂപ കിലോയ്ക്ക് കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, വസ്തുത തന്നെയാണ്. അതിൻ്റെ കാരണം ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ട അരിയും പഞ്ചസാരയ്ക്ക് ഉപയോഗിക്കേണ്ട കരിമ്പും പിന്നെ ചോളവും ഇന്ധന നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ വിപണിയിൽ ഇവയുടെ ലഭ്യത കുറയും. ലഭ്യത കുറയുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വില വർദ്ധിക്കും. വാഹന ഇന്ധനമാകുന്ന എഥനോൾ കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയലുകൾക്കായി കൃഷിഭൂമി കോർപ്പറേറ്റുകൾ കൈയടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. കൃഷിഭൂമി കോർപ്പറേറ്റുകൾ കൈയടക്കും എന്ന് പറയുന്നത് അവർ ഈ സ്ഥലമെല്ലാം വില കൊടുത്ത് മേടിക്കും എന്നല്ല. കർഷകരെ സംബന്ധിച്ച് മറ്റ് വിളകൾക്ക് പകരം എഥനോൾ കമ്പനികൾ ഈ കരിമ്പും ചോളവും അരി നെല്ലുമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കൊടുക്കുന്നതുകൊണ്ട് ഈ കർഷകരെല്ലാം സ്വാഭാവികമായിട്ടും അതിലേക്ക് തിരികെയാവും ഉണ്ടാവുക. ഇതോടെ മറ്റ് കൃഷികൾ അച്ചിങ്ങ, പടവലങ്ങ, വെള്ളരിക്ക ഇതൊക്കെ സ്വാഭാവികമായും കൃഷിഭൂമിയിൽ നിന്നും അകലുകയാണ് ഉണ്ടാകുക. കൃഷിക്കാർക്കാർക്കും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇഷ്ടംപോലെ കരിമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിറ്റഴിക്കാൻ എളുപ്പമാണ്. ഈ കരഞ്ഞോണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് കോർപ്പറേറ്റുകൾ പറയുന്ന വിലയും കൊടുത്തെടുത്തോണ്ട് പോയിക്കോളും. ഒരു കോമൺ ആയിട്ടൊരു വില ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കിട്ടും. നമ്മൾ ഈ തടിയൊക്കെ ബിസിനസ് ചെയ്യുന്ന പോലെ. അപ്പോൾ കർഷകരെല്ലാം ഈ കൃഷികളിലേക്ക് തിരിയുന്നതോടെ മറ്റ് കാർഷിക വിളകളൊന്നും വിപണിയിൽ കിട്ടാതെയാവും. അപ്പോൾ അതിനും ഒടുക്കത്തെ വിലയായിരിക്കും കയറുക. പിന്നെ വരാൻ പോകുന്ന മറ്റൊന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനമാണ്. ഏതെങ്കിലും വർഷം വരൾച്ചയോ അതല്ലെങ്കിൽ പ്രളയമോ ഉണ്ടായാൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം കുറയുക ഉണ്ടാവുക. ആ സമയവും എഥനോൾ നിർമ്മാണത്തിന് വലിയൊരു പങ്ക് ഈ വിളകൾ മാറ്റി വെക്കേണ്ടി വരുന്നതിനാൽ സാധാരണക്കാർക്ക് അരിയും പഞ്ചസാരയും ചോളവും ഒന്നും കിട്ടാതാവും. അതുകൊണ്ടാണ് 100 രൂപയൊക്കെ കിലോയ്ക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ എഥനോളിനുള്ള നികുതി സർക്കാർ എടുത്തു മാറ്റുമ്പോൾ അത് സർക്കാരിന് ഉണ്ടാകുന്ന വലിയ നികുതി വരുമാന നഷ്ടമാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ നികുതിയെ നിത്യോപയോഗ സാധനങ്ങളിലേക്ക് തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്കെല്ലാം വലിയ വില വർധനവാകും ഉണ്ടാവുക. അങ്ങനെ 2-3 തരത്തിൽ തന്നെ ഈ നിത്യോപയോഗ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. 1 ലിറ്റർ പെട്രോളിന് ലഭിക്കുന്ന പണം 1 കിലോ അരിക്കും പഞ്ചസാരയ്ക്കും അധികമായി നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ ഈ നികുതി ഇളവ് നൽകുന്നതിനൊപ്പം തന്നെ ഭക്ഷ്യവിളകൾക്ക് പകരം കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും 2G എഥനോൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് മാത്രം ഈ ആനുകൂല്യം നൽകുക എന്ന കർശനമായ നിലപാട് കൂടി സർക്കാർ എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ പിടിച്ചു നിർത്താൻ കഴിയും ഈ വില വർധനവിന്. ഈ 2G എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റുകളിൽ നിന്നുണ്ടാക്കുന്ന എഥനോളിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ കരിമ്പെല്ലാം വെട്ടി കണ്ടിച്ച് അതിൻ്റെ മൂടും തലയും എല്ലാം മാറ്റിയിടുമല്ലോ. അതല്ലെങ്കിൽ നെല്ലെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഈ വൈക്കോല് വരുമല്ലോ. ഈ വേസ്റ്റുകളെല്ലാം കൂടി മാറ്റി എഥനോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ ഒരു തരത്തിലേക്ക് പോലെ കേടായതും മറ്റ് പക്ഷേ ഗോഡൗണിൽ കിടന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടു മാറ്റി എഥനോൾ ഉണ്ടാക്കാൻ കഴിയും. ശരിക്കും ചാരായമാണിത്. തീരെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. വിവരകെട്ടന്മാർ ഇതെടുത്ത് കുടിച്ച് ഒരുപാട് പേര് ചത്തുപോകും. അത് വേറെ സത്യാവസ്ഥ. കാരണം ജനം അതിന് മറുമരുന്ന് കണ്ടുപിടിക്കാതെ ഇത് കുടിക്കാൻ പറ്റുന്ന സാധനമാണ് ചാരാവ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് കുടിച്ച് നോക്കാം എന്നും പറഞ്ഞ് ചത്ത് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരുത്തൻ 5-6 പേര് ഒന്ന് കുടിച്ചിട്ട് ഒരുത്തൻ കുടിച്ച് ചത്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കുടിക്കാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ സംഭവിക്കുന്നത് കുറഞ്ഞ ചെലവിൽ വണ്ടി ഓടിക്കാം, എന്നാൽ ജീവിക്കാൻ ഉതകുന്ന ഭക്ഷണത്തിന് വൻ വില നൽകേണ്ടി വരും എന്നൊരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ വലിയ ഭക്ഷ്യദാരിദ്ര്യത്തിന് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എഥനോൾ പെട്രോൾ കൊണ്ടുണ്ടാകാൻ പോകുന്ന ഗുണം. ഇത് മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ ബദൽ മാർഗം സർക്കാർ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ തോൽവിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കോർപ്പറേറ്റുകൾക്ക് എങ്ങനെ ഭീമമായ ലാഭമുണ്ടാക്കാം എന്ന ചിന്ത മാത്രമാണ് സർക്കാരിനുള്ളത്. അതിൽ നിന്നും മാറി ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ സിമ്പിളായി പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ഉണ്ടാക്കുന്ന എഥനോളിൽ നിന്നും കുടിയ ലാഭം കൂടി ടാക്സ് ഒന്നും എടുത്ത് സർക്കാർ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കാതിരുന്നാൽ അതും മെച്ചമാകും. നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം, പരിസര മലിനീകരണം കുറയും. ഈ ഡൽഹിയിലൊക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഈ വണ്ടിയിൽ നിന്ന് തള്ളുന്ന പുകയൊക്കെ വലിയ പ്രശ്നമാണല്ലോ ഡൽഹിയിലൊക്കെ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വലിയ മെച്ചം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ വണ്ടികളെയും എഥനോൾ ഒഴിച്ച് ഓടിക്കുന്ന തരത്തിലായിരിക്കും ഇറക്കുക എന്ന അർത്ഥമൊന്നുമില്ല. പെട്രോൾ വണ്ടികളുണ്ടാവും, കാശുള്ളവന് അത് മേടിച്ച് ഓടിക്കാം, കാശില്ലാത്തവന് എഥനോൾ മേടിച്ച്
വണ്ടിയിലൊഴിച്ച് ഓടിക്കാം. ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യനെ പട്ടിണിയാക്കാതിരിക്കുന്ന തരത്തിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എന്ന് പറയുകയാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.